അവള് തന്നെയാ, സംശയമില്ല. പക്ഷെ ഇവളുടെ പേര് നന്ദന എന്നായിരുന്നു. മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. ഹലോ രാജു. എടാ രാജീവേ, നീ ഓർക്കുന്നുണ്ടോടാ കോളേജില് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ? കോളേജിൽ നിന്റെ പിറകെ ഒത്തിരി പെൺകുട്ടികൾ നടന്നിരുന്നല്ലോ, ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. എടാ, ഇത് ശല്യം കൂടിയപ്പോഴേ ഞാൻ ചെകിടത്തൊന്നും കൊടുത്തില്ലടാ. അവളുടെ കാര്യം ചോദിച്ച്. അതാ അനന്തംപിള്ളയുടെ മോളല്ലേടാ, അഞ്ജലി. അഞ്ജലിയോ? എടാ, നന്ദന എന്നല്ല അവളുടെ പേര്. എടാ, പേര് അഞ്ജലി തന്നെയായിരുന്നു, അനന്തംപിള്ളയുടെ മോളുമാണ്. അവളെങ്ങാണ്ട് അമേരിക്കയിലെ മറ്റോ ആയിരുന്നില്ലേ? അവളെ ഇപ്പൊ നാട്ടിലുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി രാജു. മാഡം ഇരിക്കൂ. ഞങ്ങൾ ഇവിടെ നിന്നോളാം സാർ. നിങ്ങൾ ഇങ്ങനെ കയറി വന്നത് മുതൽ നിൽക്കുന്നത് എനിക്ക് അസ്വസ്ഥയാട്ടോ. നിങ്ങളിരിക്കുക പ്ലീസ്, ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഈ അമ്മയും മോളും തട്ടിപ്പുകാരാണോ മോളെ? ഒന്നും മനസ്സിലാവുന്നില്ല ചെറിയമ്മ. ഈ അനന്തംപിള്ള പാപ്പരായി എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തില് അനന്തംപിള്ള എറിഞ്ഞതേ ചില്ലറയൊന്നും അല്ല, കോടികളാ. ചിലപ്പോ അമേരിക്കൻ ബന്ധം വച്ച് ഇവളും കുറെ രൂപ കടം മേടിച്ചു കൊടുത്തു കാണും. പിന്നെ ഇവരെ ഇറക്കിയത് അംബികയല്ലേ? അതാ എനിക്ക് റോങ് ആയിട്ട് തോന്നുന്നത്. അതെ മോളെ. അത് മാത്രല്ല, ഈ ഗതികെട്ട പെണ്ണിനെയൊക്കെ മകനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അംബിക തയ്യാറാവോ? ദീപക് അനന്തപിള്ളയ്ക്ക് വാക്ക് കൊടുത്തതിന്റെ പേരില ഇവളും അമ്മയും ഇവിടെ വന്നത്. അനന്തപിള്ള പാപ്പരായത് പിന്നീടല്ലേ? എന്തായാലും ഇവരാരും നേരായ വഴിക്ക് പോകുന്നവരല്ല. അല്ലെങ്കിൽ പ്രായമായ മകളെയും കൊണ്ട് അഭയം ചോദിച്ച് ആ സ്ത്രീ ഇങ്ങോട്ട് കേറി വരൂ? അതെ ചെറിയമ്മ. അതും അനന്തപിള്ളയുടെ ശത്രുക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക്. എന്തായാലും നമുക്ക് ചായ കൊടുക്കാം, അത് നമ്മുടെ മര്യാദ. വാ മോളെ. നിങ്ങളുടെ ഭർത്താവും ഈ കുട്ടിയുടെ അച്ഛനുമായ അനന്തംപിള്ള എന്നോട് ചെയ്ത അക്രമങ്ങളൊന്നും ചെറുതല്ല. എന്നെയും എന്റെ മകളെയും അയാൾ കൊല്ലാൻ വരെ നോക്കിയിരുന്നു. ആയുസിന്റെ ബലം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അയാള് തെറ്റ് ചെയ്തേന് ഈ പാവത്തുങ്ങൾ എന്ത് പിഴച്ചു പ്രതാപ?